2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിച്ചാണ് നടപടി. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയുണ്ടെന്ന് CAG. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടിയെന്നും റിപ്പോർട്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കങ്ങളിലൊന്ന് എത്ര ബാക്കിയുണ്ട്, ഖജനാവ് എങ്ങനെയാണ് എന്നതൊക്കെയായിരുന്നു. ഇപ്പോൾ CAG റിപ്പോർട്ട് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. എന്തൊക്കെയാണ് പ്രാഥമികമായി ഈ CAG റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? ശ്രീജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ളതെന്ന് നമുക്ക് പറയേണ്ടത് ഒന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ, അതായത് 2024-25 വർഷത്തെ CAG റിപ്പോർട്ടാണ് നിയമസഭയിൽ ഇന്ന് വച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു വകമാറ്റൽ ഉണ്ടായി എന്നത് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 262.06 കോടി രൂപ, അത് പൊതുസംഭാവന, സംസ്ഥാനത്തിന് കോടി രൂപയുടെ പൊതുസംഭാവന. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്നത് പൊതുജനങ്ങളിൽ കൂടി ലഭിക്കുന്ന സംഭാവനയാണ്. അത് സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റി എന്നതാണ്. അത് എന്തിനു വേണ്ടിയെന്നാൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. അതായത് 262.06 കോടി രൂപ ഇങ്ങനെ CMDRF-ൽ നിന്ന് വക മാറ്റുമ്പോൾ, സഞ്ചിത നിധിയിലേക്ക് മാറ്റുമ്പോൾ സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മിയും ധനക്കമ്മിയും 262 കോടി രൂപ കുറച്ച് കാണിക്കാൻ കാരണമായി. അതായത് ഒരു സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വേണ്ടി ഇങ്ങനെ CMDRF-ൽ നിന്ന് ഈ പണം എടുത്ത് വകമാറ്റി എന്നത് വളരെ ഗുരുതരമായ ഒരു നിരീക്ഷണം തന്നെയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതിനോടൊപ്പം തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യത തന്നെയാണെന്ന് CAG വിലയിരുത്തുന്നു. ഓഫ് ബഡ്ജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് CAG ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓഫ് ബഡ്ജറ്റ് കടമെടുപ്പ്, അതായത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ്, ഈ കിഫ്ബിയൊക്കെ ചെയ്യുന്നത് ഈ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ്. അത് 39,230 കോടി രൂപയാണ് അത്തരത്തിലുള്ള കടമെടുപ്പ്. സ്വാഭാവികമായും കേന്ദ്രം ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ തന്നെ വരുത്തും. അപ്പോൾ അത്തരത്തിൽ CAG ഈ രീതിയിലാണ് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിന്റെ കണക്ക് നിരത്തുന്നത്. ഒപ്പം തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടി രൂപയുണ്ടെന്ന് വിശദീകരിക്കുന്നു. CAG-യുടെ കണക്ക് വിശദീകരിക്കുന്നു. ഇതിനോടൊപ്പം മറ്റൊരു ചെലവ് കൂടി, വരവിൽ നേരിയ വർധനയുണ്ടായി എന്നും CAG നിരീക്ഷിക്കുന്നുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു ഒരു ശുഭസൂചന തന്നെയാണ്. റവന്യൂ വരവിൽ 0.3% മാത്രം വളർച്ചയെ എന്നാൽ ഉണ്ടായിട്ടുമുള്ളൂ. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായി. കേന്ദ്ര സഹായം കിട്ടാത്തതിന്റെ കണക്കുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 42% കുറവാണ് CAG നിരീക്ഷിക്കുന്നത്. ഒപ്പം ചെലവിൽ 8.97% കൂടുതലുണ്ടായി എന്നതും കണക്ക് കാണിക്കുന്നുണ്ട്. റവന്യൂ ചെലവിൽ 64.4%, വരവിൽ 80%, ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് ഈ ധവളപത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 77% ഒക്കെയാണ്. 80-ൽ താഴെ ഒരു കണക്കാണ് വിശദീകരിച്ചിരുന്നത് ഈ ചെലവുകൾക്കായി വേണ്ടി വരുന്നു എന്നതാണ്. അത് CAG റിപ്പോർട്ട് 2024-25 സാമ്പത്തിക വർഷത്തിൽ വരവിന്റെ 80% ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കാണ് സംസ്ഥാനം ചെലവഴിക്കുന്നതെന്ന നിരീക്ഷണം, കണ്ടെത്തൽ നടത്തുകയാണ്.